ഓക്കെ. അപ്പോൾ ഈ നമ്മുടെ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിസിബിൾ റിസൾട്ട് കിട്ടാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീഷൻ എന്ന് പറയാമല്ലോ, അതിന് എത്ര ടൈം എടുക്കും? ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഷെഡിങ് ഫേസ് ഒരു 4 months വരെയൊക്കെ ഉണ്ടായിരിക്കാം. ഇപ്പം പറഞ്ഞതും എല്ലാവർക്കും സെയിം ഡ്യൂറേഷൻ വരണം എന്നില്ല. ചിലർക്ക് ഹെഡ് വാഷ് ചെയ്ത അടുത്ത ദിവസം തൊട്ട് 4 months എപ്പം വേണമെങ്കിലും ഷെഡിങ് ഉണ്ടാവാം. ചിലർക്ക് 1 month കഴിഞ്ഞുണ്ടാവും, ചിലർക്ക് 10 days കഴിഞ്ഞുണ്ടാവും. ഒരു ആവറേജ് 4 months വരെ ഷെഡിങ്ങിൻ്റെ ടൈമാണ്. പിന്നെ നമുക്ക് വിസിബിൾ റിസൾട്ട്സ് ആയിട്ട് കാണണമെങ്കിൽ ഒരു 6 to 7 months വരെയൊക്കെ ആണെങ്കിൽ സമയമെടുക്കും. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യനാണ്, നമ്മൾ എനിക്ക് ഡോക്ടറിനെ പറ്റി മുന്നേ പറഞ്ഞു, എന്നാലും ഇതൊന്ന് ബ്രീഫ് ചെയ്യട്ടോ. അതായത് HD കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ മെഡിസിൻ എടുക്കണം? ഓക്കെ, മെഡിസിൻസ് നമ്മൾ ഒരു പ്രിസ്ക്രിപ്ഷൻ പേപ്പർ ആയിട്ട് കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു പേപ്പർ ഞാൻ കാണിക്കാം. അതിൽ നമ്മൾ ആന്റിബയോട്ടിക് ഉണ്ടായിരിക്കും, ഒരു പെയിൻ കില്ലർ ഉണ്ടാവും, പിന്നെ സ്വെല്ലിംഗ് കുറയ്ക്കാനുള്ളത്, വയറിനൊരു അൾസർ പോലെ വരാതിരിക്കാനുള്ളത്, അലർജി എന്തെങ്കിലും ഇച്ചിങ് സെൻസേഷൻ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വരാതിരിക്കാനുള്ളത്, പിന്നെ നോർമൽ സലൈനും, പിന്നെ നമ്മൾ ബാക്കിലോട്ട് തേക്കുന്ന ഒരു ആന്റിബയോട്ടിക് ക്രീം ഉണ്ടാകും, പിന്നെ ഹെഡ് വാഷ് എങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് അതിലുള്ളത്. ഈ മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതും ബിഫോർ ഫുഡ് ആണോ ആഫ്റ്റർ ഫുഡ് ആണോ, അത് എത്ര ദിവസം കഴിക്കണം, മോർണിംഗ് എത്ര നൈറ്റ് എത്ര, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും. അത് എനിക്ക് അതിനെ ഒരു പേപ്പർ അടുത്തുണ്ട്, ഞാൻ അത് കാണിക്കാം. ആ പത്രമാണ് മെഡിസിൻ്റെ. പിന്നെ 90 days ഒരു മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റ്, അത്രേ ഉള്ളൂ. അതിനുശേഷം മെഡിസിൻസ് ഒന്നുമില്ല. ഓക്കെ. പിന്നെ ഒരു ചോദ്യം, അത് അല്പം കോൺഫിഡൻഷ്യൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് പല സ്ഥാപനങ്ങളിലും 4000 ഗ്രാഫ്റ്റ് 3000 ഗ്രാഫ്റ്റ് എന്ന് പറയാനുണ്ട്. ഇവർ ഇത്രയും വെച്ചോ എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണയില്ല. അപ്പം ഇവിടെ ഇപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ 2500 ഗ്രാഫ്റ്റ് വേണമെന്ന് പറയുന്നു. അപ്പം അത് നമുക്ക് എങ്ങനെ വിശ്വസിക്കാം? നിങ്ങൾ 2500 ഗ്രാഫ്റ്റും വെച്ചോ, എങ്ങനെ നമ്മൾ വിശ്വസിക്കാം? നമുക്ക് ഗ്രാഫ്റ്റ് കൗണ്ട് ചെയ്യും. നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ഗ്രാഫ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യില്ല, അപ്പം തന്നെ ഇത്ര കൗണ്ട് എടുത്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പേഷ്യൻസ് പറഞ്ഞുതരും. എന്നിട്ട് അവരും കൂടി എടുത്തിട്ട് നമുക്ക് ധാരാളമായിട്ട് അവർ തന്നെ ഡയറക്റ്റ് കൗണ്ടും ചെയ്യാം. നമുക്ക് അങ്ങനെ കൗണ്ട് ഒക്കെ ചെയ്ത് അവർക്ക് ഓക്കെ ആയതിനു ശേഷം നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാം. അപ്പോൾ അവർ തന്നെ ഡയറക്റ്റ് നമ്മൾ ഗ്രാഫ്റ്റ് കൗണ്ടിങ് ചെക്ക് ചെയ്യുമല്ലോ. ഇപ്പം നമ്മളൊരു HD കൺസൾട്ടിങ് വരുന്ന പേഷ്യൻറ്റ് നമ്മൾ അവരോട് ആദ്യമേ പറഞ്ഞതാണ്, പ്രൊസീജിയർ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഗ്രാഫ്റ്റ് കൗണ്ട് ചെയ്യാം. അതിന് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഡൗട്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ അത് ക്ലിയർ ചെയ്തിട്ട് അടുത്ത പ്രൊസീജിയറിലേക്ക് പോകുള്ളൂ. ഗ്രാഫ്റ്റ് കൗണ്ടിങ് ഉണ്ട്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കില്ല, അപ്പോൾ ഇത്രയും കുറച്ചായിട്ട് ചെയ്തിട്ട് കൂടുതലായിട്ട് ഗ്രാഫ്റ്റ് എടുത്തു പോകുമോ, അപ്പം നമുക്ക് ഇത്രയും പൈസ കൂടുതലായിട്ട്, അങ്ങനെ ആവശ്യമില്ല. നമുക്ക് എല്ലാവരുടെയും ഗ്രാഫ്റ്റ് കൗണ്ട് ചെയ്തിട്ട് അവർ ഗ്രാഫ്റ്റ് കാണുകയും ചെയ്യാം, കൗണ്ടും ചെയ്യാം, എന്നിട്ട് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അതിൽ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങൾ എല്ലാവരുടെയും കൗണ്ട് ചെയ്തിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്നത്. അത് പേഷ്യൻസ് ആണെങ്കിൽ അവർക്കും കൂടുതൽ കാണാൻ പറ്റും. തീർച്ചയായും. അപ്പോൾ അത് കാണാം. ഓക്കെ. പിന്നെ ഈ HD കഴിഞ്ഞ ആൾക്കാർക്ക് ഈ മിനോക്സിഡിൽ കമ്പൽസറി ആണോ? മിനോക്സിഡിൽ യൂസ് ചെയ്താൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഓക്കെ, മിനോക്സിഡിൽ കമ്പൽസറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റിന് മുൻപേ അവർ മിനോക്സിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഹെയർ ഫോൾ ഉള്ള സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്താകുമ്പോൾ ഒരു മിനോക്സിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റിന് ശേഷം കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. അത് എടുക്കുന്നത് ബെറ്റർ ആണ്. ഇതുവരെ നമ്മൾ മിനോക്സിൽ എടുത്തിട്ടേ ഇല്ല. ട്രാൻസ്പ്ലാന്റ് മാത്രമേ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളൂ. വേറെ മെഡിസിൻസ് ഒന്നും എടുത്തില്ലെങ്കിൽ മിനോക്സിൽ അവർക്ക് എല്ലാവർക്കും കമ്പൽഷൻ ഇല്ല. ഹെയർ ഫോൾ ഉണ്ട്, ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പുറത്താണ്, ട്രീറ്റ്മെന്റ്സ് ഒരു ഓപ്ഷൻ ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ മിനോക്സിൽ എടുത്താൽ മതി. അതുപോലെ ഡോക്ടർ, ഇത് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഡൗട്ടാണ്. അപ്പോൾ അതായത് നമ്മൾ ഇത്രയും നാൾ നമ്മുടെ മുടി ഒന്നും ശ്രദ്ധിച്ചില്ല. കാര്യം നമ്മൾ ആരും സ്വപ്നം കാണുന്നില്ലല്ലോ മുടി തൊഴിഞ്ഞു പോകുന്നു. പിന്നെ ഈ ഒരു ചെറിയ പ്രായത്തിൽ കൊഴിഞ്ഞു തുടങ്ങുമ്പോഴും നമുക്ക് തിന്നിങ് ഒന്നും നമുക്ക് അറിയാൻ പറ്റൂല. മുടി പോകുന്നുണ്ട്, നോർമലായിരിക്കും എന്ന് കരുതും. അപ്പം അങ്ങനെ പോയി നമ്മുടെ ഉള്ളു കണ്ട് തുടങ്ങുമ്പോഴാണ് നമ്മളിത് റിയലൈസ് ചെയ്യണത്, നമുക്ക് മുടി പോകുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഒട്ടും കെയർലെസ് ആയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നിലനിർത്തായിരുന്നു. ഫോർ എക്സാമ്പിൾ ഒരു പ്രോപ്പർ മെഡിക്കേഷനോ അല്ലെങ്കിൽ ഒരു GFCയോ എന്തെങ്കിലും ചെയ്ത് പോയിരുന്നെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു മിനോക്സിൽ എങ്കിലും യൂസ് ചെയ്തെങ്കിൽ ഇപ്പം ഞാൻ ഇന്ന് ചെയ്തതിന് പകരം ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ. അപ്പം ഞാനിപ്പോൾ HD കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ മാക്സിമം നമ്മുടെ ഹെയർ കെയർ ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ പ്ലാനാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ ആദ്യത്തെ ഒരു 3 മാസം നീറ്റായിട്ട് GFC എടുത്തു. അതിനുശേഷം ഡോക്ടർ എന്ന് പറഞ്ഞ പോലെ ഒരു 10 ദിവസം തള്ളി, പിന്നെ ഒരു 15 തള്ളി, അങ്ങനെ നമുക്കിപ്പോൾ സഫാൻ ബ്രോനെ പറഞ്ഞ് പുള്ളി 2 മാസമായി ഇപ്പോൾ GFC എടുത്ത് പോകുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാനൊരു ഈവനിങ് മാത്രം നൈറ്റ് ടൈം കിടക്കുന്നതിന് മുന്നേ 1 ml മിനോക്സിൽ കൂടി എടുത്താൽ എനിക്കത് ബെനിഫിറ്റ് ആയിരിക്കും. ബെനിഫിറ്റ് ആണ്. മിനോക്സിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു മെഡിസിനാണ്. അപ്പോൾ അത് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആകുമ്പോൾ റൂട്ട്സിന് കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത് ഒക്കെ കിട്ടും. അപ്പോൾ റൂട്ട്സ് സ്ട്രോങ് ആകുമ്പോൾ ഹെയർ ഫോളും കുറഞ്ഞു വരും. എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കണ്ടിന്യൂസ് എടുക്കണം, നിർത്താൻ പാടില്ല. നിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ആക്ച്വലി നിർത്തി കഴിഞ്ഞാൽ മെഡിസിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടല്ല കൊഴിയുന്നത്, അതിന്റെ എഫിക്കസി ബോഡി ഉണ്ടാക്കുന്നെങ്കിലും മുടി വീക്ക് ആവുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊഴിച്ചിൽ വരുന്നുണ്ട്, അതേ ഉള്ളൂ. തുടങ്ങുന്നവർ മാക്സിമം നിർത്താതിരിക്കുക. തുടങ്ങിയിട്ടില്ലാത്തവർ നല്ല
ആലോചിച്ചതിന് ശേഷം തുടങ്ങുക. പക്ഷെ അത് എടുക്കുന്നതുകൊണ്ട് ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടോ സൈഡ് എഫക്ട്സ് അങ്ങനെ ഒന്നുമില്ല. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെഡിസിൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലോക്കൽ അപ്ലിക്കേഷൻ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ സ്കിന്നിന്റെ എന്തെങ്കിലും അലർജി ഉണ്ടോ അല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, അത് യൂസ് ചെയ്യാൻ പാടില്ല. അലർജി ഉണ്ടെങ്കിൽ മെഡിസിൻസ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ എവിടെയോ എനിക്ക് വായിച്ച് കേട്ട അറിവോ ഇല്ലെങ്കിൽ പറഞ്ഞു കേട്ട അറിവാണ്, ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബ്ലഡ് ഫ്ലോ ഇങ്ങോട്ട് ഇൻക്രീസ് ആവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പമ്പിങ്ങിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഹേർട്ടിന് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് പമ്പ് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഓറൽ മെഡിസിൻ ആയിട്ട് നമ്മൾ ടാബ്ലറ്റ് ഫോമിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. അല്ലാതെ ലോക്കൽ അപ്ലിക്കേഷൻ ആയിട്ട് സ്കാൽപ്പിലൊക്കെ ചെയ്യുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ചിലപ്പോൾ ഒരു ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ലോക്കൽ അപ്ലിക്കേഷൻ പോലും അവർക്ക് ഒരു ബുദ്ധിമുട്ടാവാം. അല്ലാതെ അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പക്ഷെ ഡോസേജ് കൂടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. മിനോക്സിൽ തന്നെ 5 to 5% അങ്ങനെയൊക്കെ ഉണ്ട്. എത്ര പെർസെന്റ് എടുക്കണം? 5 ആണോ 10 ആണോ എടുക്കേണ്ടത്? 5% മതി. നമ്മൾ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് 5 ഉള്ളൂ. അപ്പൊ നിങ്ങൾ 10 എടുത്തോണ്ടിരിക്കുവാണെങ്കിൽ അത് കുറച്ചിട്ട് 5 ആക്കിയാലും മുടി ഒഴിച്ചിട്ടുണ്ടാകും. ആവറേജ് ഒരു 5%-ന് 1 ml ആണ് നോർമൽ ഡോസേജ്. അത് എടുത്താൽ മതി. കഴിഞ്ഞവരും കഴിയാത്തവരും ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു 5% 1 ml നൈറ്റ് മാത്രം. നൈറ്റ് മസ്റ്റ് എന്നല്ല, പക്ഷെ നമ്മൾ ഡേ ടൈമിൽ അപ്ലൈ ചെയ്താലും പെട്ടെന്ന് അങ്ങനെ വെയിലത്ത് അങ്ങനെ അതെ. അപ്പൊ ഒരു 1 or 2 hours നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വീട്ടിലിരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി. അല്ലാത്തവർ കിടക്കുന്നതിന് എത്ര മണിക്കൂർ മുന്നേ അപ്ലൈ ചെയ്യാം? കിടക്കുന്ന മണിക്കൂർ മുൻപ് വേണമെന്നില്ല. നമുക്ക് തല ഉണങ്ങിയിരിക്കുകയാണ്, ഞാൻ ഉറങ്ങാൻ പോവാണെങ്കിൽ അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്ത് ചിലപ്പോൾ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് ഉറങ്ങാം. ഇല്ലെങ്കിൽ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഉറങ്ങിയ ശേഷം അപ്പൊ തന്നെ ഉറങ്ങാം. എങ്ങനെയാണെങ്കിലും ഓക്കെ. അപ്പോൾ മിനോക്സിൽ കംപ്ലീറ്റ് ആയി. പൊതുവേ ഉള്ളൊരു സംശയമാണ്, ഇപ്പം എൻ്റെ ഒരു ഗ്രാഫ്റ്റിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു റൂട്ടിൽ എനിക്ക് 4 എങ്ങനെ പറയാ, റൂട്ട് എന്നാണ് ഗ്രാഫ്റ്റ് എന്നാണ് പറയാ, മേജർ ആയിട്ടുള്ള ആ ഒരു സാധനത്തിന് റൂട്ട് എന്നല്ല പറയാം. അതിനകത്ത് വരുന്ന സെപ്പറേറ്റ് വരുന്ന സാധനത്തിന് ഫോളിക്കിൾസ്. അപ്പോൾ എൻ്റെ ഒരു ഗ്രാഫ്റ്റിൽ 4 ഹെയർ ഫോളിക്കിൾസ് ഉണ്ടെങ്കിൽ എനിക്കത് നിങ്ങൾ വെക്കുമ്പോഴേ ഒരു പോക്കറ്റിനകത്ത് 4 ഒന്നിച്ച് വെക്കാണോ ഇല്ല 4 4ആയിട്ട് വെക്കാം? ഇല്ല, ഒന്നിച്ചേ ഉള്ളൂ. ഒരു റൂട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂട്ടിൽ എത്ര മുടി വളർവാണെങ്കിലും അത് ഒരെണ്ണമായിട്ടേ ഉള്ളൂ. അത് ഒരു സ്ട്രിപ്പിൽ ഒരെണ്ണം മാത്രമേ വെക്കുള്ളൂ. അത് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒരു റൂട്ട് അങ്ങനെ മുഴുവനായിട്ടേ വെക്കുള്ളൂ. ആ റൂട്ടിൽ ഇപ്പൊ 10 മുടി ഉണ്ടെങ്കിലും അത് റൂട്ടായിട്ട് മാത്രമായിട്ടേ വെക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ഗ്രാഫ്റ്റും ഒന്നായിട്ടേ കൂട്ടുള്ളൂ. ഒരു റൂട്ടിൽ ഒരു മുടിയാണെങ്കിലും അത് ഒന്നേ ഉള്ളൂ, 4 മുടിയാണെങ്കിലും അത് ഒന്നേ ഉള്ളൂ. അപ്പൊ അതായത് ഇപ്പൊ നമുക്ക് ഒരു റൂട്ടിൽ 4 ഹെയർ ഉണ്ടെങ്കിലും അത് 4ആയിട്ട് വെക്കാൻ പറ്റൂല, വെക്കാറില്ല. വെക്കാറില്ല എന്ന് പറഞ്ഞാൽ വെച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയില്ല. നമ്മൾ ഓരോരോ ഗ്രാഫ്റ്റ് ഓരോരോ റൂട്ട് മീൻസ് ഫോളിക്കിൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് അത് ഞങ്ങൾ ഇതുവരെ ചിലപ്പം റൂട്ട് ഡാമേജും കൂടി ആയിരിക്കാം. അപ്പൊ നിലവിൽ ലാച്ചനസിൽ നിങ്ങളുടെ റൂട്ടിൽ 4 അല്ല 10 മുടി ഉണ്ടെങ്കിലും അത് ഒരു പോക്കറ്റിൽ മാത്രമേ അത് വെക്കാറുള്ളൂ. പക്ഷെ 10 ആവില്ല, മാക്സിമം 3-4 ഒക്കെ ആയിരിക്കും. 1 to 5 വരെ ഫോളിക്കിൾസ് ഉണ്ടാവാം, മാക്സിമം അതേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. റൂട്ട് അതായത് ഒരു ഗ്രാഫ്റ്റ് അവിടെ നിർത്തി ഇംപ്ലാന്റ് ചെയ്യാം. അതിൽ പിന്നെ ഗ്രാഫ്റ്റിനെ പിന്നെ സെപ്പറേഷൻ ഒന്നുമില്ല. അത് ഫോളിക്കിൾ കൗണ്ട് അല്ല, ഗ്രാഫ്റ്റ് ആണ് കൗണ്ട് ചെയ്യുന്നത്. ഏത് പ്രായമാണ് നമുക്ക് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു പ്രായം ഉണ്ടോ? പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 ഏജ് ഒരു ശരിക്കും പറഞ്ഞൊരു പ്രശ്നമല്ല. 20 അബവ് ആർക്കാണെങ്കിലും ചെയ്യാം. ഇപ്പൊ 20 എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ മുൻപിൽ ചെറിയ ചെറിയ പിള്ളേരല്ലേ, അപ്പൊ അവർക്ക് ഒരു 23-25 ഒക്കെ ആകുമ്പോൾ ഒന്നുകൂടി കുറച്ചും കൂടി ഒരു ബാലൻസ് കയറി പോകാം. അപ്പൊ 2 പ്രാവശ്യമായിട്ട് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് 20ന്റെ ശേഷം ചെയ്താൽ മതി എന്നുള്ളത് പോലെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ 18 ചെയ്താൽ ചിലപ്പോൾ 2 വർഷം കൊണ്ട് കുറച്ചും കൂടി ബാലൻസ് ആവാനുള്ള സാധ്യത 18 ആ ഒരു പ്രായത്തിൽ അത്ര ബാലൻസ് വരത്തുമില്ല. വൺ ഓഫ് ദ റീസൺ മോസ്റ്റ്ലി ഒരു 99% അങ്ങനെ വരത്തുമില്ല. അങ്ങനെ അഥവാ ഏതെങ്കിലും ഒരു 100 പോലും ഇല്ല, ഒരു 1% ആൾക്കാർക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാലും അവർക്കും അത്രയും വലിയ ബാലൻസ് ആണെങ്കിൽ പിന്നെ എന്തെങ്കിലും ഏജ് അനുസരിച്ച് വരുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ കയറി പോകുന്നുണ്ടോ. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഒരു പ്രായവരൊക്കെ എത്തിയിട്ട് പിന്നെ ചെയ്താണെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷെ പൊതുവേ ഇപ്പം ഞാനിപ്പോ ഒത്തിരി പേര് പറഞ്ഞാൽ അവർക്ക് 18 വയസ്സായുള്ളൂ, ഒരുപാട് മുടി പോയി നെറ്റ് കയറി എന്ത് ചെയ്യും? അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യാം, കുറച്ചുള്ള നെറ്റ് അത്രയും സിവിയർ ആയിട്ട് കയറിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഒരുപാട് മാറ്റം കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ആലോചിച്ചാൽ മതി. അല്ലാതെ ആണെങ്കിൽ ഹെയർ ഫോൾ ആ ഒരു പ്രായത്തിൽ തന്നെ നമ്മുടെ ഹാബിറ്റ്സ് ഒക്കെ ശരിയായി കഴിഞ്ഞാൽ മാക്സിമം അത്രയും ഒരു കഷണ്ടി ആയിട്ട് അങ്ങനെ പോവില്ല. പാരമ്പര്യമായിട്ടുള്ള കഷണ്ടി ആണെങ്കിലും അത്രയും പെട്ടെന്ന് ഒരു ഏജിൽ അങ്ങനെ വരത്തില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങനെ ലൈഫ് സ്റ്റൈൽ കാരണം കുറച്ചുകൂടി മാക്സിമം ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യുക. എന്നിട്ട് ഒരു 20 അബവ് ആയിട്ട് 25 അബവ് ഒക്കെ ആയിട്ട് പിന്നീട് ആവശ്യം വരുമ്പോൾ ചെയ്താൽ മതി. അല്ലാതെ 18 19 എനിക്ക് ഇപ്പൊ തന്നെ കയറി ഒരു ചെറിയൊരു കയറ്റുണ്ടായിരിക്കും, ഒരു ഹെയർ ലൈന് മാത്രമേ ഇടുക അപ്പൊ തന്നെ എനിക്ക് ചെയ്യണം, അങ്ങനെ ചെയ്യണം. കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ശരിക്കും പോയിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്തില്ല, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുള്ളൂ. അത് അവോയ്ഡ് ചെയ്യുക.
ഓക്കെ. ഇനി ഹെയർ റീഗ്രോത്ത് അല്ല, ഹെയർ ഗ്രോത്തിന് പറ്റിയിട്ടുള്ള എന്തെങ്കിലും സപ്ലിമെന്റ്സ്, അങ്ങനെ നമുക്കൊരു സപ്ലിമെന്റ് ആയിട്ട് പറയാൻ പറ്റുമോ? സപ്ലിമെന്റ് ആയിട്ട് പറഞ്ഞു അതോ കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് പ്രോട്ടീൻ എല്ലാവർക്കും കോമൺ ആയിട്ട് കഴിഞ്ഞാൽ പ്രോട്ടീൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. പിന്നെ വൈറ്റമിൻസും മിനറൽസും അങ്ങനെ എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആണ് നമുക്ക് വേണ്ടത്. അല്ലാതെ വിറ്റമിൻ B12 ഡിയോ അയണിന്റെയോ ഇല്ലെങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാവാം. പിന്നെ തൈറോയിഡിന്റെ ഇഷ്യൂ ആണെങ്കിൽ ഉണ്ടായിരിക്കും. അല്ലാതെ ഈ സപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ മുടി വളരും അങ്ങനെ പറയാനില്ല. ആവശ്യമാണ് ഈ ഒരു സപ്ലിമെന്റ് എടുക്കൂ നിങ്ങൾക്ക് മുടി വളരും എന്ന് പറയാൻ പറ്റൂല. ഡിപ്പെൻഡ്സ് ഓരോ പേഴ്സൺ ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം ഹോസ്പിറ്റലിൽ വന്ന് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് എന്താണോ നിങ്ങളുടെ ബ്ലഡിൽ കുറവ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിറ്റമിൻ B12 ആണോ ഡി ആണോ അല്ലെങ്കിൽ അയൺ ആണോ എന്താണ് കുറഞ്ഞിട്ടുണ്ടായത്, ഇപ്പൊ ഹീമോഗ്ലോബിന്റെ എന്തെങ്കിലും കുറവാണ്, ഈ മൊത്തത്തിലൊരു അനീമിയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള സപ്ലിമെന്റ്സ് ആണെങ്കിൽ സപ്ലിമെന്റ്സ്, ഫുഡാണ് അതാണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ എന്താണോ കുറവ് എന്താണോ കൂടുതൽ എന്നുള്ളതല്ല, നീറ്റായിട്ട് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കിട്ടിയതിന് ശേഷം മാത്രം മെഡിസിൻ എടുക്കുക. ചുമ്മാ ഓടിപ്പോയി എടുക്കേണ്ടത്. മിനോക്സിൽ യൂസ് ചെയ്യുന്ന പോലെ എല്ലാവരും കയറി. ഇപ്പൊ കുറെ പേര് പ്രശ്നം എന്നത് ഇപ്പം മിനോക്സിൽ സ്റ്റാർട്ടിങ് അതിനെപ്പറ്റി അറിയാവുന്ന സമയത്താകുമ്പോഴേക്കും കുറെ പേര് അത് യൂസ് ചെയ്തു. അവർക്ക് അതിനെപ്പറ്റി ഒരു എന്താ പറയാ ഒരു അവയർനെസ് ഇല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, മുടി കുറച്ച് ബെറ്റർ ആയി, ഇപ്പൊ നല്ലതായിട്ടുണ്ടോ, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു, അപ്പൊ വീണ്ടും ഒരു റിവേഴ്സ് ഹെയർ ഫോൾ ഒരു ബാലൻസ് സ്റ്റേജിലേക്ക് എത്തിയിട്ട് അങ്ങനെ ആയിട്ട് പോകണ്ട. എന്താണെങ്കിലും പ്രോപ്പർ കൺസൾട്ടേഷൻ ഒക്കെ എടുക്കുക. ഏത് സ്ഥലത്താണ് ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ദൂരമൊക്കെ ആണെങ്കിലും അറ്റ്ലീസ്റ്റ് അടുത്തുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റ് ഒന്ന് കണ്ടിട്ട് അതിന് എന്താണ് നമുക്ക് റീസൺ ഇപ്പോൾ ഹെയർ ഫോൾ ആയത്, എന്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെയൊക്കെ നോക്കിയിട്ട് പിന്നെ അതിന് പ്രോപ്പർ ഇതൊക്കെ ചെയ്താൽ മതി. ഒരു വ്യക്തി ഇവിടെ നിന്ന് HD ചെയ്താൽ ആ പുള്ളിക്കാരന് വരുന്ന എന്തെങ്കിലും GFCയോ അല്ലെങ്കിൽ PRPയോ എന്തെങ്കിലും കാശ് ഫ്രീ ആണോ, അല്ലെങ്കിൽ ഒരു ഫ്രീ ഉണ്ടെങ്കിൽ ആ ഫ്രീ കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കൺസിഡറേഷൻ ഉണ്ടോ? ഓക്കെ. ഇവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഇപ്പം നിലവിൽ കൊടുക്കുന്നത് 6 PRP ആണ്. റിസർച്ച് ചെയ്ത സമയത്ത് 3 XOGFC ആണ് ഫ്രീ തന്നത്. ഇപ്പം 6 PRP ആണ് തരുന്നത്. ഇവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്തവർക്ക് PRP ഒരെണ്ണത്തിന് 500 ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. GFC 2000, XOGFC 2500. ട്രാൻസ്പ്ലാന്റ് ഇവിടെ ചെയ്യാത്തവർക്ക് PRPയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, അവർക്ക് 1000 ആണ്. ബാക്കി GFCയും XOGFCയും എല്ലാവർക്കും സെയിം പ്രൈസ് ആണ്. GFCക്ക് 2000, XOGFCക്ക് 2500. ഓക്കെ. ഇനി ഇവിടെ ചെയ്ത ആളാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു ഫ്രീ പീരീഡ് കഴിഞ്ഞാൽ സെയിം എമൗണ്ട് തന്നെയാണ്. PRPക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ. അതായത് ഇപ്പൊ നിലവിൽ ഇപ്പൊ LHNS നമ്മൾ ഈ HD ചെയ്ത് കഴിഞ്ഞാൽ XOGFC എന്നുള്ളത് വെട്ടിയിട്ട് ഇപ്പൊ നമ്മളിപ്പോ 6 PRP ആണ് ഫ്രീ കൊടുക്കുന്നത്. PRP 6 ശേഷം ചെയ്തതിന് ശേഷം പിന്നീട് എപ്പം ചെയ്താലും ഒരു 4-5 വർഷമൊക്കെ എപ്പം ചെയ്താലും 500 രൂപയുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് GFC PRP. ഓക്കെ. ഇപ്പോൾ ഈ GFCയിലും PRPയിലും ചിലപ്പോൾ പല ഡിഫറൻസ് ഉണ്ടാവും, മീൻസ് അതിൽ തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പറയുമ്പോൾ GFC PRP, ഈ GFC PRP തമ്മിൽ ഒരു മേജർ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? PRP ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ 8 ml ബ്ലഡ് എടുക്കുന്നുള്ളൂ, ഒരു ഇത്രയും RPM വെച്ച് റൺ ചെയ്യാറുണ്ട്. അത് ചെയ്തിട്ട് പ്ലാസ്മ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും. പക്ഷേ GFC എന്ന് പറയുമ്പോൾ 20 ml ബ്ലഡ് എടുക്കും, എന്നിട്ട് ഒരു 10 ml ട്യൂബ് ആണെങ്കിൽ 2 യൂസ് ചെയ്യാം, 5 ml ട്യൂബ് ആണെങ്കിൽ 4 യൂസ് ചെയ്യാം. ഇപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 5 ml 4 ട്യൂബ്സ് ആണ്. അതിൽ ബ്ലഡൊക്കെ ഇട്ടിട്ട് അത് സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് 4 ട്യൂബിലും കുറച്ച് പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. അത് എല്ലാ പ്ലാസ്മയും കൂടി വേറെ ഒരു ട്യൂബിലേക്ക് മാറ്റിയിട്ട് ഒന്നുകൂടി സെൻട്രിഫ്യൂജ് ചെയ്ത് നമ്മൾ പ്ലാസ്മ ഇഞ്ചെക്ട് ചെയ്യും. പ്രൊസീജിയർ വൈസ് PRPയിലും GFCയിലും മറ്റൊരു ഡിഫറൻസ് ഇതാണ്. അതിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൻട്രിഫിക്കേഷൻ ഇങ്ങനെ കൂടി വരുമ്പോഴത്തേക്കും ആ നമ്മുടെ ബോഡിയിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ബ്ലഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഇപ്പോൾ ഗ്രോത്ത് ഫാക്ടർ ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എഫിക്കസി നല്ലതാണ്. അതിലും പുതിയ മുടി വരുന്നല്ല, ഫംഗ്ഷൻ വൈസ് വ്യത്യാസമൊന്നുമില്ല. എഫിക്കസി ഇത് കുറേ ചെയ്തോണ്ടത് ഇത് കുറച്ച് ചെയ്താൽ മതി, അങ്ങനത്തെ ഉള്ള ഡിഫറൻസേ ഉള്ളൂ. പിന്നെ ട്യൂബ് എന്ന് പറഞ്ഞല്ലോ, ആ ട്യൂബിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചറിയാം അടിയിൽ എന്തെങ്കിലും ഒരു ഇത്രയും ഭാഗത്ത് ഒരു ഇതുപോലെ ഉണ്ടാവും, അതെന്താ സാധനം? ബയോട്ടിൻ PRP, അതായത് ബയോട്ടിൻ ജെല്ലാണ്. അതിൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ വരുമ്പോൾ തന്നെ നമുക്ക് ബയോട്ടിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. അതിൽ നമ്മൾ പ്ലാസ്മ കൂടി ഇട്ട് വരുമ്പോൾ ബയോട്ടിൻ PRP ആയിട്ട് ചെയ്യുന്നത്. അത് കുറച്ചും കൂടി എന്തായാലും PRP വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നമ്മുടെ ഹെയർ. ബയോട്ടിനും കൂടെ ചേർത്തേ കിട്ടുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം GFC ആണോ PRP ആണോ എന്ന് വെച്ചാൽ GFC, എഫിക്കസി വൈസ് GFC ആണ്. പക്ഷെ അതുപോലെ ചില ആൾക്കാർക്ക് PRP ആയിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് വരുന്നത്. കംഫർട്ട് കഴിഞ്ഞാൽ ഹെയർ ഫോൾ പെട്ടെന്ന് റെഗുലേറ്റ് ആവുന്നൊക്കെ PRPയിലായിരിക്കും. അപ്പോൾ അതാണെങ്കിലും ചെയ്യാം. എല്ലാവർക്കും GFC എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് PRP കംഫർട്ടബിൾ അത് തന്നെ ചെയ്താലും മതിയാണ്. ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞൊരു വ്യക്തി ഇപ്പം നിലവിൽ ഞാനിപ്പോഴും 2 ദിവസം കൂടുമ്പോൾ ബേബി ഷാമ്പു യൂസ് ചെയ്യുന്ന കണ്ടീഷനാണ്. എത്ര നാൾ ഇതിങ്ങനെ ഫോളോ ചെയ്ത് പോകണം? ബേബി ഷാംപൂസ് ട്രാൻസ്പ്ലാന്റ് ചെയ്തവർ മാത്രമല്ല ആർക്കാണെങ്കിലും ബേബി ഷാംപൂസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ബേബീസിന്റെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആണ്. അപ്പോൾ അവർക്ക് എന്താണ് നമുക്ക് അവർ സെറ്റ് ആവുന്ന ആർക്കും അറിയത്തില്ല. അപ്പോൾ എല്ലാ കെമിക്കൽസും വളരെ മൈൽഡായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. പാരബണോ സൾഫേറ്റ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ളതും വളരെ ഒരു മൈൽഡസ്റ്റ് കോൺസെൻട്രേഷനിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അത് എടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനോ ഒരു ഹെയറിനോ ഒരു പ്രശ്നമായിട്ട് വരത്തില്ല. ബാക്കി നമ്മൾ കമേഴ്ഷ്യൽ ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാരണം നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. കൊഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വേറെ മാറ്റേണ്ടി വരും. പക്ഷേ ഇതാകുമ്പോൾ വളരെ
സേഫ് ആയിട്ട് ആർക്കെങ്കിലും യൂസ് ചെയ്യാം. സോ ഇപ്പം ഇത് ചെയ്തിട്ടില്ലാത്തവർക്കും ബേബി ഷാംപൂസ് ആണെങ്കിലും നല്ലതാണ്. താരനുണ്ടെങ്കിൽ മാത്രം മെഡിക്കേറ്റഡ് ആയിട്ടുള്ള താരന്റെ ഷാംപൂസ്, ഡാൻഡ്രഫ് ഷാംപൂസ് യൂസ് ചെയ്തോളൂ. കമേഴ്ഷ്യൽ ആയിട്ടുള്ളത് യൂസ് ചെയ്യാതിരിക്കുന്നവരെ ബെറ്റർ ആണ്. പിന്നെ അതുപോലെ ഹെഡ് വാഷ് ആൾട്ടർനേറ്റ് ദിവസങ്ങളിൽ മസ്റ്റായിട്ട് ചെയ്യണം. നമ്മൾ ഷാംപൂ ഇട്ട് മസ്റ്റായിട്ട് ആൾട്ടർനേറ്റ് ദിവസങ്ങളിൽ വാഷ് ചെയ്യണം. ചെയ്യാത്തവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ആൾട്ടർനേറ്റ് ദിവസങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഷാംപൂ ഉപയോഗിച്ച് തല വാഷ് ചെയ്യാം. നമ്മുടെ ഓയിൽ സ്കിൻ ആയിരിക്കാം, അപ്പോൾ ഓയിൽ പെട്ടെന്ന് ഒരു സെക്രീഷൻ ഒക്കെ ആയിട്ട് ഒരു അഴുക്കുകളൊക്കെ ഫോം ആകും. അപ്പോൾ മാക്സിമം തല ക്ലീൻ ആക്കി വെക്കുന്നത്രയും നല്ലതാണ്. മിനിമം ആഴ്ചയിൽ 3 days എങ്കിലും ഷാംപൂ ഇട്ട് വാഷ് ചെയ്യണം. ഇപ്പം റീസെന്റ് ആയിട്ട് കേരളത്തിൽ വന്നൊരു ന്യൂസാണ്, ഒരിടത്തൊന്നും ചെയ്തു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയി. അപ്പോൾ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാനുള്ള ഒരു സാധ്യത എന്താണ്? അതായത് ഇപ്പോൾ പുള്ളിയുടെ കാര്യം എടുക്കണം എന്നില്ല, ഇപ്പം എക്സാമ്പിൾ പുള്ളി എടുത്തു, പുള്ളിക്ക് എങ്ങനെ ആയിരിക്കാം ആ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ആ ഒരു സാധനം ആ ഫ്ലഷ് ഈറ്റ് ചെയ്യുന്ന ഒരു ഫ്ലഷ് ഈറ്റർ നമ്മുടെ തലയിൽ എങ്ങനെ കഴിക്കണം? അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട്സ് പ്രകാരം പറയുന്നത് അവരൊരു ഡയബറ്റിക് പേഷ്യൻസ് ആയിരുന്നു എന്നാണ്. അപ്പോൾ ഷുഗർ കൺട്രോൾഡ് ആയിരുന്നില്ല, അതുകൊണ്ട് പെട്ടെന്നൊരു ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ ആ ഇൻഫെക്ഷൻ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ട് അത് ഇൻഫെക്ഷൻ കുറച്ചുകൂടി പെട്ടെന്ന് ഇങ്ങനെ കൂടിപ്പോയി. ആ ഒരുപാട് ഇങ്ങനെ കൂടിയപ്പോഴാണ് ആ ഒരു ഫുൾ നെക്രോസിസ് ആയി അങ്ങനെയൊക്കെ ഇഷ്യൂ ആയത്. അപ്പം ആദ്യം ചെയ്യേണ്ടത് ഷുഗർ ആയിരുന്നു. അപ്പോൾ പുള്ളി ഷുഗർ ഒന്ന് കൺട്രോൾ ചെയ്യാതെ അവർ ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ക്ലിനിക് സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഷുഗർ കൺട്രോൾ ചെയ്തോളൂ, ഫുഡ് കൂടി പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക എന്നാണ്. അപ്പം അങ്ങനെ എല്ലാവർക്കും ഒരു അവയർനെസ് ആയിട്ട് നമ്മൾ ഷുഗർ മെഡിസിൻസ് എടുക്കണം, ഫുഡ് കൺട്രോൾ ചെയ്യണം, അങ്ങനെ ചെയ്യാറില്ലല്ലോ. അപ്പം അങ്ങനെ പ്രോപ്പറായിട്ട് മെഡിക്കേഷൻസ് എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പേഷ്യൻ്റെ സൈഡിൽ നിന്ന് അത് ഒഴിവാക്കാനായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൻ്റെ ക്ലിനിക്ക് സൈഡിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം 1-2 ദിവസം നമുക്ക് മനസ്സിലാവും ആ ഭാഗത്ത് ഇൻഫെക്റ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു സമയത്ത് തന്നെ പ്രോപ്പറായി ഡയഗ്നോസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ ഭാഗം മാത്രം ക്ലിയർ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അത് 7ാമത്തെ ദിവസം വരെ ആ ഒരു സെയിം ഇതിൽ തന്നെ വെച്ചോണ്ടിരുന്നു. ഹെഡ് വാഷും ആ ഒരു ഇത്രയും ദിവസം വെച്ചോണ്ടിരിക്കുമ്പോഴാണ് അത് കൂടിപ്പോയത്. ഇപ്പം എനിക്ക് തന്നെ ഒരു ഇൻഫെക്ഷൻ ആയി, ഞാനത് വെള്ളം തട്ടിക്കുന്നു, സലൈൻ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്യുന്നു, ഞാനത് ട്രീറ്റ് ചെയ്യുന്നില്ല, പക്ഷെ അതിങ്ങനെ കൂടി വരുമല്ലോ, ആ പാകം മുഴുവനായിട്ട് ഇങ്ങനെ അഴുകി പോകുമല്ലോ. അങ്ങനെയാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോസ് അയക്കാൻ പറയുന്നത് എല്ലാ ദിവസവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്താൽ മതി. ശരി. അപ്പോൾ നമ്മളിപ്പം പൊതുവേ പറയാനുണ്ട്, 10 രൂപ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരെയും മനസ്സിൽ വരുന്നത് ലാ എക്സലൻസ് തന്നെയാണ് ഇപ്പം നിലവിൽ. അപ്പോൾ ഈ ലാ എക്സലൻസ് എന്ന് പറയുമ്പോൾ ഈ സ്ഥാപനത്തിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് മാത്രമാണോ ഉള്ളത്, ഇല്ല വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് ഉണ്ടോ? സ്കിന്നിനുണ്ട്, സ്കിന്നിന് എല്ലാ തരപ്പോൾ ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്, അവൈലബിൾ ആണ്. പിന്നെ ഹെയർ എന്ന് പറയുമ്പോൾ ട്രാൻസ്പ്ലാന്റ് മാത്രമല്ല, ഇപ്പോൾ സാറിന് അറിയാം PRP ജ്യൂസ് അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. പിന്നെ ഐബ്രോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുണ്ട്, മുസ്റ്റാച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്, ബിയേർഡും ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുണ്ട്. പിന്നെ സ്കാൽപ്പ് മൈക്രോ പിഗ്മെന്റേഷൻ അതും കൂടി ചെയ്യാറുണ്ട്. പിന്നെ സ്കിന്നിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ട്രീറ്റ്മെന്റ്സും അവൈലബിൾ ആണ്. ഓക്കെ. അതുപോലെ ഈ ഫുഡും അക്കോമഡേഷനും ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അതിനെന്തെങ്കിലും എക്സ്ട്രാ കാശ് നമ്മൾ തരേണ്ടതില്ല? ഇവിടെ ഹിഡൻ ചാർജസ് ഇല്ല. ഗ്രാഫ്റ്റിന്റെ പൈസയും പിന്നെ മെഡിസിന്റെ പൈസ മാത്രമേ ഉള്ളൂ, വേറെ ഹിഡൻ ചാർജസ് ഇവിടെ ഇല്ല. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഇവിടെ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൈസ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ പൈസ ഇല്ല. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഡോക്ടറുള്ള ഇൻട്രാക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനിയും കമൻറ്റ് ചെയ്യാം. നമുക്ക് ഇനി അടുത്ത ഒരു വർഷം, ഞാൻ മിക്കവാറും ഇനിയും ഒരു വരെ ഉടനെ ഉണ്ടാവില്ല, കാര്യം എനിക്ക് ഇത്രയും ദൂരമാണ്. സോ ഞാൻ ഇനിയൊരു GST ചിലപ്പോൾ ഞാൻ വീടിനടുത്ത് എവിടെന്നെങ്കിലും 2000-2500 രൂപ, അതാണ് സമയം ലാഭം. അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഡൗട്ട് ഉള്ളവർക്ക് ഇനിയും കമൻറ്റ് ചെയ്യാം, വരുന്ന ടൈമിൽ നമുക്കതും ചോദിച്ച് ക്ലിയർ ചെയ്യാം. പിന്നെ നമ്പർ ചോദിക്കുന്ന ആൾക്കാരോട് എൻ്റെ നമ്പർ ഇട്ട് ഒരു കാര്യമില്ല, ഞാൻ അതുകൊണ്ട് എപ്പോഴും ഇവിടുത്തെ നമ്പറാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണെങ്കിലും ഡയറക്റ്റ് വിളിച്ചൂടെ, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വിളിക്കാം, അവർ ഫ്രീ ആണെങ്കിൽ എടുക്കും, ഇല്ലേ തിരിച്ച് വിളിക്കും, എല്ലാ ഡൗട്ടും ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. അതുപോലെ നെക്സ്റ്റ് വീഡിയോയിൽ വരെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ആവശ്യമില്ല. നമ്പർ ഓളെ കൊടുത്തിട്ടുണ്ട്, അല്ലേ തന്നെ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ലാ എക്സലൻസ് അടിച്ചാൽ കോയമ്പത്തൂർ അടിച്ചാൽ നമ്പർ കിട്ടും. നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാനുള്ള സിമ്പിൾ ആണ്. സാറിനെ കൊണ്ട് തന്നെ ആരെങ്കിലും ചോദിച്ചു കമന്റിലോ അങ്ങനെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വിളിച്ച് ചോദിച്ചോ. നമ്പർ ഇതിൽ തന്നെ സേവ് ആക്കി വെച്ചിട്ട് കമന്റ് എപ്പോൾ നമ്പർ കൊടുക്കും, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് പോകുന്നുള്ളൂ. പിന്നെ ഇനി ഞാൻ ബാക്കിയുള്ള ഒരു കാര്യം, ഡോക്ടറിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ അതും എടുക്കാം, ഈ ഹോസ്പിറ്റലിൽ മൊത്തം ഒന്ന് നീറ്റായിട്ട് കാണിക്കാം. അപ്പോഴേ നിങ്ങൾക്ക് ഇത് ലോക്കൽ സെറ്റപ്പ് ആണോ ഇല്ല ഒരു അഡ്വാൻസ് ലെവലാണോ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. സൈനിങ് ഓഫ് ടാറ്റ, ബൈ ബൈ.